ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഒരു സാന്താൻ ഗം എന്ന് പറയുന്ന ഈ ഒരു സംഗതിയാണ് വേണ്ടിയത്. ഇതൊരു ഹണി സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഹണി സബ്സ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ 2 സാന്താൻ ഗം നമ്മൾ പാത്രത്തിലോട്ടിട്ടു. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട്, അതായത് ഫിൽറ്റേർഡ് വാട്ടറാണ് നല്ലത്. ഫിൽറ്റേർഡ് കോൾഡ് വാട്ടർ ഇല്ല, സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഇട്ട് നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇച്ചിരി മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ, പക്ഷെ അത് മിക്സ് ആകും. അപ്പം നല്ലതായിട്ട് ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇനി ഇതിലോട്ട് ഒഴിക്കണം. അപ്പം അത് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു 6 ടേബിൾ സ്പൂണ് മങ്ക് ഫ്രൂട്ട് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇത് കേട്ടോ. മങ്ക് ഫ്രൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിലേക്ക് ഇടുക, 6 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമ്മൾക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അപ്പം ടോട്ടൽ നമ്മൾ ഇതിൻ്റെ അകത്ത് 1 കപ്പാണ് വെള്ളമാണ് വേണ്ടി. ഇതാണ് നമ്മുടെ മങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നർ. ഇത് നമ്മൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന്, അപ്പം നമ്മളിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം. കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ മോൾ മെറീനയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മിക്സ്ചറിന് നമ്മൾ ഒരു പാനിലോട്ട് മാറ്റി സ്റ്റവിൽ വെക്കുക. സ്റ്റവിൽ നല്ലതായിട്ട് ഒന്ന് ബോയിൽ ചെയ്യുന്നത് വരെ നമ്മൾ ഇത് കോൺസ്റ്റൻ്റ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ബബിളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കുക. അത് മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പം നമുക്ക് ഇനി ഇത് എല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയത് ഇനി അതുകൊണ്ടോ ഇപ്പം തിളയ്ക്കാനായിട്ട് പയ്യെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഹണി സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയത് നമ്മൾക്ക് 4 എഗ്ഗ് എടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കേട്ടോ. ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട, ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടിയത് ഇതിലേക്ക് പ്യുവർ ഹണി, 1/4 കപ്പ് പ്യുവർ ഹണിയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം നിങ്ങൾക്കിനി ഹണി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലേ, അത് അങ്ങോട്ട് 1/2 കപ്പ് ഒഴിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാനിവിടെ 1/4 കപ്പ് ഹണിയും പിന്നെ 1/4 കപ്പ് ഹണി സബ്സ്റ്റിറ്റ്യൂട്ടുമാണ് ഒഴിക്കുന്നത്. ഇനി 1/4 കപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ വേണ്ടാത്തവർ 1/2 കപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒഴിക്കുക. ഇനി വേണ്ടത് നമ്മൾക്ക് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അത് ഒരു 1 ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഇനി നമ്മൾക്ക് ഇതിനുള്ള പൊടിയാണ്. അത് ആൽമോണ്ട് ഫ്ലോറാണ് നമുക്ക് വേണ്ടത്. ആൽമോണ്ടിൻ്റെ പൊടി, ആൽമോണ്ട് പൊടി വേണം. നമ്മൾക്ക് ബേക്കിംഗ് കൊക്കോ 100% ബേക്കിംഗ് കൊക്കോ വേണം. അത് ബേക്കിംഗ് കൊക്കോ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഡച്ച് പ്രോസസ്ഡ് എന്ന് എഴുതിയത് നമ്മൾ വാങ്ങിക്കരുത് ഈ കേക്കിന്. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ മാവ് നമ്മളിങ്ങനെ റൈസ് ചെയ്യത്തില്ല, പൊങ്ങി വരത്തില്ല നമ്മൾക്ക്. അപ്പം നമ്മൾ ഒരു കപ്പ് നമ്മൾ ആൽമണ്ട് പൊടി ഇട്ടു, 1/2 കപ്പ് കൊക്കോയും ഇട്ടു. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടു. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിന് എഗ്ഗ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എഗ് ബീറ്റേഴ്സ്, അങ്ങനെ പല സംഗതികളും എഗ്ഗ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾക്ക് ഇത് ഉണ്ടാക്കാം. 9 ഇഞ്ച് പാൻ എടുത്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്യുമോ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യും ആൽമണ്ട് ഫ്ലോർ ഉപയോഗിക്കുന്നത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് 325 ഡിഗ്രിയിൽ 30 മിനിറ്റ് നിങ്ങളിത് വെക്കണം. അന്നേരം ഈ കേക്ക് റെഡി ആയിട്ട് വരും. പാർച്ച്മെന്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും ഗ്രീസ് ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് മങ്ക് സ്വീറ്റ്നർ കൊണ്ട് നമുക്ക് ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു സംഗതി ഉണ്ടാക്കാം. അതിൻ്റെ സ്പ്രെഡ് നമ്മൾക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആ സ്വീറ്റ്നർ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് അളവൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. നമുക്ക് എക്സ്ട്രാ വരുന്നത് നമുക്ക് ഇത് കീപ്പ് ചെയ്യുകയും ചെയ്യാവുന്നതുകൊണ്ട് ആ കൺഫെക്ഷണറി ഷുഗറിൻ്റെ ആ ടെക്സ്ചറിൽ വരാൻ വേണ്ടിയിട്ട് അത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളിതിങ്ങനെ പൊടിച്ചെടുത്തു. ഇനി നമ്മൾക്ക് ഈ ഹെവി വിപ്പിംഗ് ക്രീം വേണം. അത് ഒരു 1 പിൻറ്റിൻ്റെയാണ്, അതായത് 2 കപ്പ്. അപ്പോൾ അതിൽ നോക്കിക്കുക, എല്ലാം സീറോയാണ്. മോസ്റ്റ് ഓഫ് ദ സംഗതികളൊക്കെ സീറോയാണ്. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, ഇതൊക്കെ സീറോയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 കപ്പ്, അതായത് ആ 1 പിൻറ്റും നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വിപ്പിംഗ് ക്രീം. എന്നിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഷുഗർ ഇട്ടത്. ചിലർക്ക് ഷുഗറില്ല, ഈ മാംഗോ ഫ്രൂട്ട് സ്വീറ്റ്നർ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട്. അപ്പോൾ ചിലവർക്ക് സ്വീറ്റ്നർ ഒത്തിരി കുറച്ചും കൂടി വേണമെന്നുള്ളവർ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പോൾ നിങ്ങളിടുക. എന്നിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഒരു ടെക്സ്ചറിലോട്ട് വരും. അന്നേരം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ആ സ്പ്രെഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കാം. ഇപ്പം കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയി കാണും നമ്മൾക്ക്. ശരിയാണ്, ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് ഇനി നമ്മൾക്ക് ഇത് റെഡിയായാൽ പോരാ, അത് നല്ലതായിട്ട് തണുത്ത് വരണം. അതിൻ്റെ കേക്ക് റെഡിയായി. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് തണുക്കണം. ഇപ്പോൾ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് സംഗതികളെല്ലാം എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. സോ ഇനി നമുക്ക് കേക്ക് തണുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കേക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് നമുക്കിനി ഇത് നല്ലതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊന്ന് കേക്കിൻ്റെ ടോപ്പൊന്ന് നല്ലതായിട്ട് കവർ ചെയ്യും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കേക്ക് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇപ്പം നോക്കിക്കാൻ നമ്മൾക്ക് ഇങ്ങനെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡയറ്റ് നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കീറ്റോ ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഷുഗർ വേണ്ടാത്തവർക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പ്രശ്നം വരും. അപ്പം നമുക്ക് ഇതേപോലൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. അതുപോലെ തന്നെ പിന്നെ ഈ കേക്ക് സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെയും നമുക്ക് വേറൊരു കേക്ക് ഉണ്ടാക്കിയാൽ, ഈ ഒരു കേക്ക് ഉണ്ടെങ്കിൽ 2 കേക്കാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനത്തെയുള്ള സംഗതികളെല്ലാം ഇതിപ്പം എഴുതുന്ന സാധനങ്ങളൊക്കെ ഈ കേക്ക് ബേക്കിംഗ് സെക്ഷനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. സാധാ ഗ്രോസറി കടകളിലുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ വെറുതെ ബിഗിനേഴ്സിൻ്റെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ ഇത് നല്ല എക്സ്പെർട്ടായി കഴിയുമ്പോൾ നിങ്ങൾ നല്ല സൂപ്പർ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ലതായിട്ട് ഇതിലും നല്ലതായിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇതിങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതി, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡില്ല, ആ സൈഡും കൂടി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീമില്ല, അത് ഇതുപോലെ ട്യൂബിലിട്ടിട്ട് അതിൻ്റെ നോസും ഇട്ടിട്ട് നമ്മളൊരു പ്ലേറ്റിലൊന്ന് ട്രയൽ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഞാൻ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ നൗ.